വെൽക്കം ടു വെൽ ഫോക്കസ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ടേംസ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് പ്രോഫിറ്റ് എന്താണ്? ദിസ് ഈസ് ദ സർപ്ലസ് ദാറ്റ് റിമെയിൻസ് ആഫ്റ്റർ പേയിങ് എക്സ്പെൻസസ് ആൻഡ് പ്രൊവൈഡിങ് ഫോർ ദ ക്യാപിറ്റൽ ദാറ്റ് ഹാസ് ബിൻ കൺസ്യൂംഡ് ഇൻ പ്രൊഡ്യൂസിങ്. അതായത് പ്രൊഡക്ഷന് വേണ്ടി പേ ചെയ്ത എക്സ്പെൻസസും പ്രൊഡക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ക്യാപിറ്റലും കഴിഞ്ഞിട്ട് സർപ്ലസിന് എന്താണോ ബാക്കി വരുന്നത് അതാണ് പ്രോഫിറ്റ്. ഓൾറെഡി പ്രോഫിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഗ്രോസ് പ്രോഫിറ്റ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ദിസ് ഈസ് ദ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓവർ ബൈയിങ് ഓർ കോസ്റ്റ് പ്രൈസ്. അതായത് നമ്മൾ ബിസിനസ്സിലോട്ട് ഗുഡ്സ് വാങ്ങുന്നുണ്ടല്ലേ, ആ വാങ്ങുന്നതിന് നമ്മളൊരു ബൈയിങ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലാണ് വാങ്ങുന്നത്. ആ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാൾ കമ്മിയായിരുന്നാൽ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂടുതലാകുമ്പോഴാണ് നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുക. നമ്മുടെ ചിലവിനേക്കാൾ സെയിൽ ചെയ്ത് കിട്ടുന്ന റവന്യൂ കൂടണം. സോ സെല്ലിംഗ് എക്സ്പെൻസസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയിരുന്നാൽ അതിന് എന്ത് പറയും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. നെറ്റ് പ്രോഫിറ്റ് എന്താണ്? ദ എക്സസ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓവർ ദ സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്. സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസിനേക്കാൾ കൂടുതലാണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ അവിടെ എന്തുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. സോ നെറ്റ് പ്രോഫിറ്റ് എന്താണ്? സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസിനേക്കാൾ ഗ്രോസ് പ്രോഫിറ്റ് കൂടുതലായി വരുന്നതിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. Loss, this means that the expense paid and capital employed and consumer during a given period have not been replaced by the proceeds and that therefore resulting deficiency or loss. അതായത് നമ്മൾ എക്സ്പെൻസസ് പേ ചെയ്തു, അതുപോലെ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തു, ഇതൊന്നും തന്നെ നമുക്ക് ഈ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ റവന്യൂവിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല. റവന്യൂ എന്നുള്ളത് ഇതിനേക്കാളും കമ്മിയായിരുന്നു. നമുക്ക് ആ റവന്യൂ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വരും? എക്സ്പെൻസ് കൂടുതലും റവന്യൂ കമ്മിയാവുന്ന അവസ്ഥ തന്നെയാണ്. എന്താണ്? ലോസ് വരും. അതിനാണ് ലോസ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് കൂടുന്നതും കോസ്റ്റ് പ്രൈസും കുറയുന്നതുമാണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ലോസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. കോസ്റ്റ് പ്രൈസ് കൂടുന്നു, സെല്ലിംഗ് പ്രൈസ് കമ്മിയാവുന്നത് നമുക്ക് റവന്യൂ കമ്മിയാവുന്നു, പക്ഷെ നമ്മുടെ കോസ്റ്റ് കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ എക്സസ് ഓഫ് പർച്ചേസ് ഓർ കോസ്റ്റ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. നെറ്റ് ലോസ് ദിസ് ഇസ് either ഫസ്റ്റ് കേസ് എന്താണ്? എക്സസ് ഓഫ് സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഓവർ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായി, പക്ഷേ ഗ്രോസ് പ്രോഫിറ്റിനേക്കാൾ മുകളിൽ സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് പോകുന്ന സമയത്ത് നമുക്ക് നെറ്റ് ലോസ് ഉണ്ടാവും. ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ഗ്രോസ് ലോസ് സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് വെനെവർ there is no ഗ്രോസ് പ്രോഫിറ്റ്. അതായത് നമുക്ക് ഗ്രോസ് ലോസ് ആണ് ഉണ്ടായെന്ന് വെച്ചോ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നു? കുറവായാൽ കൂടി എന്താണ് നമുക്ക് നെറ്റ് ലോസിലോട്ട് വരികയാണ്. അതങ്ങനത്തെ രണ്ട് കേസാണ് നെറ്റ് ലോസിൻ്റെ കേസിലോട്ട് വരുന്നത്. ടേൺ ഓവർ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ബൈ ദിസ് ടൈം ഇസ് മീൻ ദ ടോട്ടൽ സെയിൽസ് ഓഫ് എ ട്രേഡർ ഡ്യൂറിങ് എ ഗിവൻ പീരീഡ്. ഒരു ഗിവൻ പീരീഡിലോട്ട് അല്ലെങ്കിൽ ഒരു കാലയളവിലേക്ക് ഉണ്ടായ ടോട്ടൽ സെയിൽസ് അത് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് മസ്റ്റ് ബി കെയർഫുള്ളി ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം ഔട്ട്പുട്ട് വിച്ച് ഡിനോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ എ ഫാക്ടറി ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം എ മൈൻ, ക്വാറി എക്സെട്ര ഡ്യൂറിങ് എ ഗിവൻ ടൈം. ടേൺ ഓവറിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മൈനും ക്വാറിയിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ട്രേഡർക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഓഫ് സെയിൽസിനെ നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ. Percent is a Latin phrase meaning per 100. In some business, it is usual to ascertain the percentages of gross and net profit on the total sales each year in order that comparisons of different. അതായത് നമ്മൾ ചില ബിസിനസ്സിൽ എന്ത് ചെയ്യാറുണ്ട്? ഗ്രോസ് പ്രോഫിറ്റിന് നെറ്റ് പ്രോഫിറ്റിന് സെയിൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നോക്കി നോക്കുക. അതിൻ്റെ സച്ച് പെർസെൻറ്റേജസ് ഓഫ് ഫണ്ട് ബൈ മീൻസ് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. ഗ്രോസ് പ്രോഫിറ്റ് ബൈ ടേൺ ഓവർ ഇൻറ്റു 100. ദാറ്റ് ഈസ് ടേൺ ഓവർ എന്ന സെയിൽ. ആ ഗ്രോസ് പ്രോഫിറ്റ് സെയിലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ബൈ ടേൺ ഓവർ ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ടേൺ ഓവറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നു. മാത്തമാറ്റിക്കലി ഇറ്റ് മേ ബി മോർ കറക്റ്റ് ടു മേക്ക് ദ കാൽക്കുലേഷൻ അപ്പോൺ ദ കോസ്റ്റ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. In business, however, cost is often a difficult thing to determine as so many obscuring items have to be taken into consideration.
such as the difference between the initial and final stocks, wages, freight, carriage, coal, coke, etc. For the sake of convenience, therefore, the selling price is adapted as the common base to which profit are reduced for the purpose of comparison. അതായത് ഒന്നുമില്ല, മാത്തമാറ്റിക്കലി ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ എളുപ്പം. പക്ഷേ കോസ്റ്റ് പ്രൈസിൽ കുറേ തിങ്സ് വരും. അതായത് കുറേ ഐറ്റംസ് നമുക്ക് കൺസിഡർ ചെയ്യണം. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റോക്സ്, വേജസ്, ഫ്രൈറ്റ്, കാരേജ്, കോൾ, കോക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് എന്താ പറയുക കൺസിഡർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് കൺവീനിയൻസ് എന്നാണ് നമ്മൾ ഈ സെയിൽസും അല്ലെങ്കിൽ ടേൺ ഓവറുമായിട്ട് എന്ത് ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യുന്നത് ഫോർ ദ പേർപ്പസ് ഓഫ് കൺവീനിയൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ആ സെല്ലിംഗ് പ്രൈസ് കോമൺ പ്രൈസ് എടുക്കുന്നത്. ശരിക്കും മാത്തമാറ്റിക്കലി കോസ്റ്റ് പ്രൈസ് എടുക്കുന്നതാണ് ശരിക്കും എക്കോറട്ടായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. Definition: Trading refers to buying and selling of goods with the intention of making profit. The trading account is nominal account which shows the result of buying and selling of goods for an accounting period. Trading account constructed for the purpose of finding the gross profit. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു അല്ലേ, ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു നോർമൽ അക്കൗണ്ടാണ്. എന്താണ്, നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സിൻ്റെ റിസൾട്ട്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതാണോ റിസൾട്ട്, അതാണ് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പേർപ്പസ് ഓഫ് ഫൈൻഡിങ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്ക് എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓൺ ദ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും, പ്ലേസ് ദ സ്റ്റോക്ക് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ പീരീഡ്. കമൻസ്മെൻറ്റ് ഓഫ് ദ പീരീഡിൽ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കും, പർച്ചേസസ് കാണിക്കും, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിങ്ങിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് എക്സ്പെൻസ് വെച്ച് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ബിസിനസ്. അതായത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ്, അതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കാണിക്കുന്നത് എവിടെയാണ്, അത് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസിൽ ബന്ധപ്പെടുന്ന ക്യാരേജ്, വേജസ്, റെൻറ്റ്, എക്സെട്ര ഓഫ് ദ വർക്ക്, പ്രോബബ്ലി കോൾ ആൻഡ് കോക്ക്, എക്സെട്ര. ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിക്കും, അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കും, പർച്ചേസസ് കാണിക്കും, എക്സ്പെൻസസ് കാണിക്കും. ഇനി ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കും, സെയിൽസും ക്ലോസിങ് സ്റ്റോക്കും നമ്മൾ എവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ദ ബാലൻസ് ബിറ്റ്വീൻ ടു സൈഡ് ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്. അതായത് ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് സാധാരണ ലെഡ്ജറിൽ നമ്മൾ ബാലൻസ് ചെയ്യില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് രണ്ടും ഡിഫറൻസ് ആയതോർ എന്തായിരിക്കും, ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. എക്സസ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓവർ ദ ഡെബിറ്റ് സൈഡ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കമ്മിയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. കാരണം നമ്മളെ സെയിൽസ് റവന്യൂ ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, അപ്പോൾ അവിടെ ആ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസുമായിരിക്കും. ദ ബാലൻസ് ഇസ് ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ആ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ദ ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ദ പർച്ചേസിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ് സച്ച് എസ് ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് ഇൻവോൾവ് ലിമിറ്റഡ് പ്രൊഡക്റ്റീവ് വേജസ്, കോൾ ആൻഡ് കോക്ക്, എക്സെട്ര. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് എന്താ ഡീൽ ചെയ്യുന്നത്, പർച്ചേസിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ദി സെല്ലിംഗ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് സച്ച് ആസ് റെൻറ്റ് ആൻഡ് ടാക്സസ്, സാലറീസ്, ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഡയറക്റ്റ്, അതായത് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കാണിക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എ കോസ്റ്റ് അക്കൗണ്ട്. എ ട്രേഡിംഗ് അക്കൗണ്ട് contains only part of the cost expense. A cost account contains the whole of the items. Some items of cost vary directly with the turnover. For instance, the greater the turnover, the greater the charge for wages, coal, coke, etc. Other items of primary cost do not vary directly with turnover. Surcharges, repairs and renewals of building, repairs to plant, depreciation of machinery, etc. The rule is therefore to charge to trade account only such items of prime cost as increase or decrease in direct proportion to the turnover. By this means, the rate of gross profit on turnover is kept constant and a comparison of different years afford useful information. Cost account, on the contrary, all prime cost expenditure, whether extraordinary or valuable in nature, would have to be included. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിങ്ങിൽ എല്ലാ കോസ്റ്റും ഇല്ല,
പാർട്ട് ഓഫ് ദ കോസ്റ്റ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ. കോസ്റ്റ് അക്കൗണ്ട് അങ്ങനെയല്ല, ഹോൾ ഓഫ് ദം റെക്കോർഡ് ചെയ്യും. ചില ഐറ്റംസ് ടേൺ ഓവറിനനുസരിച്ച് വേരി ചെയ്യും കേട്ടോ. അതായത് ടേൺ ഓവർ കൂടുമ്പോൾ വേജസ് കോളൻ കോക്കൊക്കെ എന്ത് ചെയ്യും, ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ ചില പ്രൈം കോസ്റ്റ് എന്ത് ചെയ്യില്ല, ടേൺ ഓവറുമായിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യില്ല, വേരി ചെയ്യില്ല. അതായത് റിപ്പയേഴ്സ്, റിന്യൂവബിൾസ്, ബിൽഡിംഗ് റിപ്പയേഴ്സ് ടു പ്ലാന്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി. അപ്പോൾ എന്താണ്, the rule is therefore to charge to trading account only such items of prime cost as increase or decrease in direct proportion to the turnover. Okay. പക്ഷെ മറ്റേ കോസ്റ്റ് അക്കൗണ്ടിൽ എല്ലാതും കാണിക്കും. Then distinction between a trading account and manufacturing account. Strictly speaking, a manufacturing account deals with only with raw materials and manufacturing expenses. Manufacturing accounting എന്തൊക്കെ കാണിക്കുള്ളൂ, raw materialsും manufacturing expensesും മാത്രമേ കാണിക്കുള്ളൂ. Trading account properly so called deals only with finished goods, that is goods ready for sale, whether manufactured or purchased. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതാ കാണിക്കുക, ഫിനിഷ്ഡ് ഗുഡ്സാണ് കാണിക്കുക. അതായത് ഗുഡ്സ് റെഡി ഫോർ സെയിൽ. ഓക്കെ, അത് മാനുഫാക്ചർഡോ ഫിനിഷ്ഡോ ആയിക്കോട്ടെ, പർച്ചേസ്ഡോ ആയിക്കോട്ടെ. ദ ബാലൻസ് ഓഫ് ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും ഡെബിറ്റ് സൈഡിലോട്ടോ. അപ്പോൾ എന്താണ്, മാനുഫാക്ചറിങ് അക്കൗണ്ട് റോ മെറ്റീരിയൽസും മാനുഫാക്ചറിങ് എക്സ്പെൻസ് കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഫിനിഷ്ഡ് ഗുഡ്സുമായിട്ട് ഡീൽ ചെയ്യുന്നു. അതായത് ഗുഡ്സ് സെയിലിന് റെഡി ആയിട്ടുള്ള ഗുഡ്സുമായിട്ട്, വെദർ ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ഓർ പർച്ചേസ്ഡ്, ആൻഡ് ദ ബാലൻസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസിനെ കുറിച്ച് പറയാം. സ്റ്റോക്ക്. This denotes the value of unsold goods at the opening and closing of a trade period. Both stock go into the trading account. അതായത് ഗുഡ്സ് അൺസോൾഡ് ആയിട്ട്, അതായത് സെയിലായിട്ടുള്ള അത് കിടക്കുന്ന ബിഗിനിങ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് നടക്കുന്നതും ആൻഡ് എൻഡിങ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് നടക്കുന്നത് രണ്ടും എന്ത് ചെയ്യും, സ്റ്റോക്കിൽ വരും. രണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. The stock at start is one in the trail balance or list of balances and it is placed on the debit side of the trading account. Stock at start അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ബാലൻസ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. ദ സ്റ്റോക്ക് അറ്റ് ഫിനിഷ് ഈസ് ദ വൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് ഓർ ലിസ്റ്റ് ഓഫ് ബാലൻസസ്. ഇറ്റ് ഈസ് ജനറലി സ്റ്റേറ്റഡ് എമംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് സ്റ്റോക്ക് അറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഔട്ട് സൈഡാണ് കാണാം. അതായത് അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന എൻട്രിയാണത്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണുക. ഇത് ലെഡ്ജർ അക്കൗണ്ട് ഫോർമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് പറയുമ്പോൾ അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും പറഞ്ഞിട്ടുണ്ട്. സെയിം വേയിലാണ് വരുന്നത് കേട്ടോ. The stock at finish must also appear on the asset side of the balance sheet. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. സ്റ്റോക്ക് ഈസ് ഓൾവേസ് ഡിസ്റ്റിങ്ക്ട്ലി അണ്ടർസ്റ്റാൻഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് അതർ സ്റ്റോക്സ് സച്ച് as stock of coal, stock of package, stock of state etc. will be definitely stated as such must be dealt with separate. അതായത് സ്റ്റോക്ക് ഇൻ ട്രേഡും അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ഓഫ് കോൾ, സ്റ്റോക്ക് ഓഫ് പാക്കേജ്, സ്റ്റോക്ക് ഇതൊക്കെ നമ്മൾ ഡിഫറെൻ്റ്ലിയാണ് ഡീൽ ചെയ്യുക. Work in progress orders on hand, this item is partly executive work, something neither stock nor sales. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിൽ എക്സിക്യൂട്ടീവ് ഗുഡ്സ് ഫിനിഷ്ഡ് ആയിട്ടില്ല. സോ ഇത് നൈദർ സ്റ്റോക്കും അല്ല സെയിൽസും അല്ല, രണ്ടും അല്ലാതെ. ഇൻ മാനുഫാക്ചറിങ് കൺസേൺസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഗുഡ്സ് ഇൻ പ്രോസസ് ഓഫ് മാനുഫാക്ചർ. ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് മാനുഫാക്ചറിങ് കൺസേൺസിൽ നമ്മളെന്ത് പറയും, ഗുഡ്സ് ഇൻ പ്രോസസ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയും. While in non-manufacturing concerns ആണെങ്കിലും it may be simply denote partly executed orders. Non-manufacturing concern എന്ന് പറയും partly executed orders എന്നുകൊണ്ട് സിംപ്ലി കാണിക്കും. A separate account is opened from the ledger ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യും. The work in progress it start must be debited into the trading account. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കാണിക്കണം. അപ്പോൾ സ്റ്റോക്ക് ഒരൈറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. രണ്ടാമത്തെ ഐറ്റമാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. ദിസ് ഐറ്റം ഡിനോട്ട്സ് ഇൻ ഓർഡിനറി ബിസിനസ് ടോട്ടൽ ഓഫ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റീസെയിൽ. ആസ് ഓൾറെഡി ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ക്യാഷ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇനി മാനുഫാക്ചറിങ് കൺസേൺ, ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഇങ്ങനെ. ഇനി മാനുഫാക്ചറിങ് കൺസേൺ, നിങ്ങൾക്ക് ട്രേഡിംഗ് കൺസേണും മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. മാനുഫാക്ചറിങ് കൺസേൺ നമ്മൾ എന്ത് ചെയ്യണം,
ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നുണ്ട്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഓക്കെ. എന്നാൽ ട്രേഡിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പുറത്തുനിന്ന് ബൈ ചെയ്യാണ് ചെയ്യുക ഗുഡ്സ്. മാനുഫാക്ചർ നമ്മൾ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നാണ് ഡിഫറൻസ് ആട്ടോ. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ദ പർപ്പസ് ഓഫ് മാനുഫാക്ചർ. ട്രേഡിങ്ങിൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് കാണിക്കുക, ക്യാഷോ പ്രൊഡക്റ്റോ. പക്ഷേ മാനുഫാക്ചറിങ് കൺസേൺ എന്താണ്, ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതാണ് മാനുഫാക്ചറിങ് കൺസേൺ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് എന്ന് പറയുന്നത്. ആൻഡ് എന്തായിരിക്കും, ഏത് പർച്ചേസ് ആണ് നമ്മൾ ട്രേഡ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുന്നു ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എനി റിട്ടേൺസ് ആൻഡ് അലവൻസ് റിലേറ്റിംഗ് ടു ദ റിഡക്ഷൻ ബീങ് ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് സെൽഫ്. അതുപോലെ റിട്ടേൺസ്, പർച്ചേസ് റിട്ടേൺസ് ഉണ്ടായിരിക്കും അല്ലേ, പർച്ചേസ് റിട്ടേൺസ് ലെസ് ചെയ്ത് അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ മസ്റ്റായിട്ട് കാണിച്ചിരിക്കണം. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു പുട്ട് ദ ഗ്രോസ് പർച്ചേസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പർച്ചേസ് റിട്ടേൺ ദ ക്രെഡിറ്റ് സൈഡ്. അതായത് ചില പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ചെയ്തിട്ട് പർച്ചേസ് റിട്ടേൺസ് എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിൽ പോയി എഴുതും. അങ്ങനെ നമ്മളല്ല, പർച്ചേസ് ദെൻ ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും കാണിക്കണം. ദെൻ സെയിൽസ്. These items represent the total of the cash and credit sales during a trading period. നമുക്കറിയാം, it's credited to trading account after deducting any returns allowance in the connection with reduction being shown on the trading account itself. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് സെയിൽസോ ക്രെഡിറ്റ് സെയിൽസോ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് കാണിക്കേണ്ടത്. എന്താണ്, ഇത് റവന്യൂ ആണ്. സോ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സെയിൽ. ദെൻ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ്ങിൽ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രേറ്റർ ദാൻ സെയിൽസ് എങ്കിൽ വി ഗെറ്റ് ഗ്രോസ് ലോസ്. ഓക്കെ. ദെൻ കുറച്ച് ഡയറക്റ്റ് എക്സ്പെൻസസ്, ട്രേഡിംഗ് അക്കൗണ്ടിങ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരിക എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ കുറച്ച് ഐറ്റംസ് നമുക്ക് നോക്കാം. ഡോക്ക് ചാർജസ്, ദിസ് ആർ ദ ടോട്ടൽസ് ഒഡ്യൂസ് ലൈവ് ഓൺ ഷിപ്സ് ആൻഡ് ദ കാർഗോസ് വെൻ എൻട്രിങ് ഓർ ലീവിങ് ഡോക്സ്. അതായത് ഡോക്സിനെ എൻട്രി ചെയ്യുമ്പോഴും ലീവ് ചെയ്യുമ്പോഴും കാർഗോസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഷിപ്സിൻ്റെ മുകളിൽ ലീവ് ചെയ്യുന്ന ഡ്യൂസ് ആണ് ഡോക്ക് ചാർജസ് എന്ന് പറയുന്നത്. ഡോക്ക് ചാർജ് ഇൻവേർഡ്സ് എന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഓൺ പർച്ചേസസ്. ഇൻവേർഡ്സ് എല്ലാം എന്താണ്, ഇൻവേർഡ്സ് എല്ലാം നമ്മുടെ എക്സ്പെൻസ് ആണ് കേട്ടോ. ഷുഡ് ബി ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ. ഈ ഡോക്ക് ചാർജ് ഇൻവേർഡ്, അതായത് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇൻവേർഡ് നമ്മളോട് വരികയാണ്. ആ പർച്ചേസ് റിലേറ്റഡ് വരുന്നത് എല്ലാം എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡോക്ക് ചാർജ് ഇൻവേർഡ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ബട്ട് ഡോക്ക് ചാർജ് ഔട്ട്വേർഡ് ആണെങ്കിലും, അതായത് ഔട്ട്വേർഡ് സെയിൽസിനാണ്, സെയിൽസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എവിടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യണം. In duty, this include both customs and excise duties. Custom duties are levied on the goods imported and exported. Goods import ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും എന്താണ് അതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നതാണ് കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എക്സൈസ് ഡ്യൂട്ടീസ് ആർ ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് ഇൻ ദ കൺട്രി ഇറ്റ് സെൽഫ്. എന്താണ് എക്സൈസ് ഡ്യൂട്ടീസ്, നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൻ്റെ മുകളിൽ വരുന്ന എക്സൈസ് ഡ്യൂട്ടീസ്. കസ്റ്റം ഡ്യൂട്ടീസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്നതാണ്. എക്സൈസ് ഡ്യൂട്ടീസ് നമ്മളെ കൺട്രിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി ബിറ്റ്വീൻ ഡ്യൂട്ടീസ് ഓൺ പർച്ചേസ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ സെയിൽസ്. അതായത് പർച്ചേസസിൻ്റെ മുകളിൽ വരുന്ന ഡ്യൂട്ടീസ് ആണെന്ന് കണ്ടാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ചെയ്യുക. ബട്ട് സെയിൽസിൻ്റെ മുകളിൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫ്രൈറ്റ് ഈസ് ദ ചാർജ് മെയ്ഡ് ഫോർ ദി കൺവെയൻസ് ഓഫ് ഗുഡ്സ് ബൈ സീ ആസ് ഒപ്പോസ് ടു ക്യാരേജ്. എന്താണ്, സിയിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമ്മളിന്ന് ചാർജ് ചെയ്യുന്ന ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഫ്രൈറ്റ് ഇൻവേർഡ്സ് എവിടെ ചെയ്യണം, ഫ്രൈറ്റ് ഇൻവേർഡ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈറ്റ് എന്ന് സാധാ വെറും ഫ്രൈറ്റ് ആണെങ്കിൽ നമ്മൾ നേരെ ട്രേഡിങ്ങിൽ കൊണ്ടുപോയത്. ഫ്രൈറ്റിങ് ഇൻവേർഡ്സ് എന്തായാലും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. കാരണം എന്താണ്, പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ ഫ്രൈറ്റ് ഔട്ട്വേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യാം. ക്യാരേജ്, ദിസ് ഇസ് ദ ചാർജ് മെയ്ഡ് ഫോർ കൺവെയൻസ് ഓഫ് ഗുഡ്സ് ബൈ ലാൻഡ്. ഇത് അതായത് ലാൻഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ ക്യാരേജ് ഡ്യൂട്ടി വരും. ഇൻ കോൺട്രഡിക്ഷൻ ടു ഫ്ലൈറ്റ് ഗുഡ്സ് സോൾഡ് either carriage paid or carriage forward. This means that in case one സെല്ലറാണ് ക്യാരേജ് പേ ചെയ്യുക, ആരാണോ സെൽ ചെയ്യുന്നത് അയാൾ. കേസ് ടു ക്യാരേജസ് ടു പെയ്ഡ് ബൈ ദ ബയർ. ക്യാരേജ് ഫോർവേഡ് ആണെങ്കിൽ എന്താണ്, ബയറാണ് ക്യാരേജ് ഇതാക്കുക. ക്യാരേജ് ഇൻവേർഡ് എന്ത് ചെയ്യണം, ക്യാരേജ് ഇൻവേർഡ് വന്നു കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഓഫ് പർച്ചേസ് കൂട്ടും. സോ ക്യാരേജ് ഇൻവേർഡ് പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സോ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് വരണം. ഈ ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, സെല്ലിംഗ് അക്കൗണ്ടിലോട്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ആണ് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, ഡെബിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, വെൻ debited to profit and loss in exercises and examination work when carriage appears in trial balance and is not specified being either inward or outward, it is generally assumed to be inward and debited to trading account. അതായത് നമുക്ക് ട്രയൽ ബാലൻസിൽ ജസ്റ്റ് എന്നിരിക്കുന്ന ക്യാരേജ് എന്ന് മാത്രം തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കൂട്ടി, അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേർഡ് എന്ന രീതിയിൽ കണക്കൂട്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് അത് ഡെബിറ്റ് ചെയ്യണം. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ ലീഗൽ അക്സെപ്റ്റ് ഓഫ് ദ കേസ്, ദാറ്റ് ഇസ് ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദ സ്റ്റാൻഡ് ആൻഡ് ദ ബയർ പേസ് ദ ക്യാരേജ്. ഓക്കെ, ഇനി അല്ല നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ഒരു രീതിയിൽ കാണിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തിനാണ് ഒരു നോട്ട് ആഡ് ചെയ്യുക, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യുക, അത് ചെയ്താൽ മതി. ഓക്കെ, പൊതുവെ ക്യാരേജ് ഇൻവേർഡ് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ക്യാരേജ് ഔട്ട്വേർഡ് സെയിൽസുമായി ബന്ധപ്പെട്ട് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ചെയ്യുക. വെറുതെ ക്യാരേജ് എന്ന ട്രേഡിംഗ് അക്കൗണ്ടിനോട് ചെയ്യാം. നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റർ ചെയ്യാം, ബട്ട് നിങ്ങൾ എന്തിനാണ് നോട്ട് അടിയിൽ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് നോട്ട് നേരിട്ട് പറയാം, ക്യാരേജ് മാത്രം തന്നാൽ ക്യാരേജ് ബി ട്രീറ്റഡ് ആസ് ക്യാരേജ് ഔട്ട്വേർഡ് ആൻഡ് ഇറ്റ് ഇസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, cartage or carting, this is the charge made for carting goods from warehouse to dogs or dogs to warehouse or from vendor's place to warehouse. This is of business to buy a shop, warehouse, etc. These charges should be carefully analyzed and being debited to trading account, and those referring to goods sold being debited to profit and loss. Sometimes these charges are not posted to special accounts of their own, but are merged in the carriage inward, carriage outward account respectively. അത് തന്നെ പറയുന്നത് കാർട്ടേജ് എന്താണ്, പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാർട്ടേജ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇനി സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യാം. അതുള്ളത് കുറേ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് അത്രയും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വേജസ് ഇസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണോ, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ തെറ്റിക്കുകയോ വേജസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം. That denotes remuneration paid to employees, right? Borrowing the phraseology of cost account, wages are classified into remunerative or productive wages. ഒന്നെങ്കിൽ remunerative അല്ലെങ്കിൽ productive wages എന്ന് പറയുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ unremunerative അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് വേജസ്. പ്രൊഡക്റ്റീവ് വേജസ് ആർ ദോസ് വിച്ച് ആർ എ ഡയറക്റ്റ് ചാർജ് ഇൻ ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ പ്രൊഡക്ഷൻ. പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യുന്നതാണ്. The term manufacturing wages is often employed and signifies the wages of factory work people and staff. മാനുഫാക്ചറിങ് വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറി വർക്ക് പീപ്പിളിൻ്റെ സ്റ്റാഫിൻ്റെയും വേജസ് ആണ് വരുന്നത്. സാലറീസ് മേ ആൾസോ ഇൻ സർട്ടൻ കേസസ് ബി പ്രൊഡക്റ്റീവ്. സാലറീസ് പൊതുവേ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് കാണിക്കാറ്, സാലറീസ് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസുകളാണ്. പക്ഷേ ചില കേസസിൽ ഇറ്റ് മേ ബി പ്രൊഡക്റ്റീവ്. വെൻ എ സെപ്പറേറ്റ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഇസ് നോട്ട് പ്രിപ്പയർ സച്ച് വേജസ് ആൻഡ് സാലറീസ് ഇസ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആസ് ദേ ഫോം പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വേജസിനെ എവിടെ കാണിക്കുക, വേജസിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. ചില ക്വസ്റ്റ്യനിൽ വേജസ് ആൻഡ് സാലറീസ് ഒരുമിച്ച് വരിക. അപ്പോൾ ഫസ്റ്റ് വേജസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് boot and shoe manufacturers buys raw materials such as leather, okay, and sells manufactured article boots and shoes. It could not properly credit the sale of manufactured articles, that is the boots and shoes, against the merely cost of the raw material, that is the leather. The sale of the manufactured article must of course be set off against the cost of the manufactured article, which is obviously the cost of the leather plus the wages paid to manufacture it into boots and shoes. Again take care. അപ്പോൾ ഇതെങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആവുമെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്ന് നിങ്ങൾ എടുക്കുക. ഇറ്റ്സ് ഒരു ബൂട്ട് ആൻഡ് ഷൂ മേക്കിംഗ് മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾ ലെതർ വാങ്ങുമല്ലേ, ലെതർ വാങ്ങുമ്പോൾ നമുക്കൊരു കോസ്റ്റ് ആവുമല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ബൂട്ട് ആൻഡ് ഷൂ ആയിട്ട് സെയിൽസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു റവന്യൂ ഉണ്ടാകുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാകണം. അപ്പോൾ റവന്യൂവിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ലെതർ വെച്ചിട്ട് ഈ ബൂട്ട് ഉണ്ടാക്കാൻ ഒരു വേജസ് വരുന്നില്ലേ, അത് ഡയറക്റ്റ്ലി മാനുഫാക്ചറിങ് ആയിട്ട് കണക്റ്റഡ് അല്ലേ. സോ വേജസ് അവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആവുന്നു. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതാണ് പറയുന്നത്. ഓക്കെ,
ഓക്കെ. ഇനി അതുപോലത്തെ ഇനി പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, ഇവിടെ എത്തി. നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വേജസ് ട്രേഡിംഗ് വേജസ് ആയിട്ട് കണക്കാക്കുക. ദ എക്സ്പെൻസ് ആർ ടു ബി ഇൻകോർഡ് ബിഫോർ സച്ച് ഗുഡ്സ് കുഡ് ബി സോൾഡ്. അതായത് സെയിൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വന്ന വേജസ് എക്സ്പെൻസസ് ഒക്കെ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇനി നോൺ പ്രൊഡക്റ്റീവ് or unremunerative wages are the wages of carmen, stock keepers, repairs, night watchmen, etc. Such wages are debited to profit and loss account in the same way as salaries. Wages usually signify some hourly ആയിരിക്കാം, ഡെയിലി പീസ് വർക്ക് റേറ്റ് ആയിരിക്കാം, സാലറി വീക്ക്ലി, മന്ത്ലി or ഇയർലി റെമ്യൂണറേഷൻ ആയിരിക്കാം. When therefore the student finds a distinction made in the trail balance from the wages and salaries, he should debit the wages to trading account and the salaries to profit and loss account. Okay, അത് വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുക, സാലറീസ് ആൻഡ് വേജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുക. സാലറീസ് ആൻഡ് വേജസ് അപ്പിയർസ് വൺ ഐറ്റം, അതായത് ചില സമയത്ത് സാലറീസും വേജസും വൺ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ദേ ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ബീങ് അസ്യൂമഡ് നോൺ പ്രൊഡക്റ്റീവ് സാലറീസ് ആൻഡ് വേജസ്. ഫസ്റ്റ് സാലറീസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കാണിക്കണം. ഓക്കെ. The above directions must not have be constructed automatically, as it is intended to indicate only general principle and main lines of procedure. Special cases arise which must be determined by their own particular circumstances. It's being quite impossible to learn a hard and fast rule. അതായത് കുറേയൊക്കെ നമ്മളെ ലോജിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അത്രയും കൺഫ്യൂസിങ് ആയിട്ടൊന്നും ചോദിക്കില്ല. ഓക്കെ. ഇനി വരുന്നതാണ് മാനുഫാക്ചറിങ് ചാർജസ് or expense. These are the expenses of a miscellaneous description that directly increases the cost of good. For instance, the dressing and ironing of shirts and collars when made, the saving of paper, leather, the purchase of chemicals, etc. When a separate manufacturing account is not prepared, expense debit to trading account. മാനുഫാക്ചറിങ് ചാർജസ് ഓർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റ് വരുന്ന ചാർജസും എക്സ്പെൻസസും ഒക്കെ തന്നെയാണ്. വേറൊരു മാനുഫാക്ചറിങ് എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിലും എന്താണ്? മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. റിയാലിറ്റീസ് എന്താണ്? ദീസ് ആർ ദ പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു പേറ്റൻറ്റിക്ക് നമ്മൾ അവരുടെ പേറ്റൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് ഒരു പാക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് റോയാലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് എക്സ്പെൻസ്, മാനുഫാക്ചറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി മാനുഫാക്ചറിങ് അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. മോട്ടീവ് പവർ, gas, electricity and water. Gas is sometimes used to run a little gas engine. Electric current, hydraulic power also used to work machinery. These expenses must be debited to trading account in the absence of manufacturing account. Gas, electricity, water, hydraulic energy, ഇതൊക്കെ നമ്മൾ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. സോ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. ഇഫ് ദർ ഇസ് നോ മാനുഫാക്ചറിങ് അക്കൗണ്ട് യു ഷുഡ് ഡെബിറ്റ് ഇറ്റ് ഇൻ ദ trading account. Fuel. These items being manufacturing expense are properly chargeable to the manufacturing or trading account. Any unused stock of such article must be credited to the account concerned. Only the amount actually used debited to manufacturing trading account as the case may be. Fuel ഇങ്ങനെ തന്നെയാണ് അല്ലേ? മാനുഫാക്ചറിങ് ആയിട്ട് പ്രോപ്പർലി ചാർജബിൾ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതെന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. Then consumable stores. These are the manufacturing charges include engine oil, soap, tallow, cotton waste. ഇങ്ങനത്തെ സാധനങ്ങളാണ് കൺസ്യൂമബിൾ സ്റ്റോഴ്സിൽ വരിക. Like the item mentioned in the previous paragraph, the quantity actually consumed is debited to trading account. ഇവിടെ എന്തൊക്കെ ആണ് നമ്മൾ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്ത് അതൊക്കെ നമ്മൾ ഡെബിറ്റ് അക്കൗണ്ടിലോട്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് കാണിക്കണം. അങ്ങനെ അൺയൂസ്ഡ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ. ഈ രണ്ടോ ഫാക്ടറി, these item is debited to trading account by many accountant, but option is deviate upon the question where a manufacturing firm or a factory an assumed amount representing rent of the same is often debited to trading account, okay, and credited to the profit and loss account.
The gross profit therefore correspond with gross profit, which should be shown if the firm rent its premise instead of honor them. The prevent misleading comparison, false conclusion. അതായത് രണ്ടോ ഫാക്ടറി റെൻ്റ് കേട്ടോ, അത് ഈസിയിൽ പറഞ്ഞു തരാം. ഫാക്ടറി റെൻ്റാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ആണെങ്കിൽ നമ്മൾ അസ്യൂം റെൻ്റ് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആണ് ഗ്രോസ് പ്രോഫിറ്റോടെ കറക്റ്റ്ലി എന്ത് ചെയ്യുള്ളൂ, അത് ഇതായി പോകുള്ളൂ. അപ്പോൾ പക്ഷെ വേറൊരു കാര്യമുണ്ട്, വേറെ റെൻസ് റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വേറെ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി മസ്റ്റ് ഷോൺ ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാക്കിയുള്ള റെൻ്റൊക്കെ കാണിക്കേണ്ടത് രണ്ട് ഫാക്ടറി മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ. പാക്കേജസ് ആൻഡ് പാക്ക് മെറ്റീരിയൽ, മെനി ബിസിനസ് സ്പെഷ്യൽ പാക്കേജസ് ആൻഡ് സ്പെഷ്യൽ പാക്കിംഗ് ആർ റിക്വയർഡ് ബിഫോർ ഗുഡ്സ് ക്യാൻ കൺസിഡർ റെഡി ഫോർ സെൽ. ഇൻ സച്ച് കേസസ് ദിസ് ഐറ്റം ഓഫ് എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് സെയിലിന് മുന്നേ എന്തെങ്കിലും ഗുഡ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാക്കിങ്ങോ ഒക്കെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്തെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടായിരിക്കണം ഈ ഒരു എക്സ്പെൻസസ് നമ്മൾ എന്തെങ്കിലും ഡെബിറ്റ് ചെയ്യേണ്ടത്. ആസ് ഇറ്റ് വുഡ് അൺഡൗട്ട്ലി ബി ചാർജഡ് ഫോർ വെൻ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ്. എന്നിട്ട് ഇത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് ചാർജ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യും വേണം. In other cases, the packing material may be looked upon as a selling expenses and debited to profit and loss. ചില കേസിൽ പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെല്ലിംഗ് എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കാറുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ